അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. നമ്മളെല്ലാവരും ഒരുപാട് തെറ്റ് ചെയ്ത ആൾക്കാരാണ്. തെറ്റിൻ്റെ കണക്ക് ഇല്ലാത്ത ആൾക്കാരുണ്ട്. ഞാൻ ദിനേന ഇത്ര തെറ്റ് ചെയ്യുന്നു എന്ന് തിരിയുന്ന ആൾക്കാരുണ്ട്. ഇങ്ങനെയൊക്കെ പല ടൈപ്സ് ഓഫ് ആൾക്കാരുകളുണ്ട്. അപ്പോൾ നമുക്കൊക്കെ ഒന്ന് അള്ളാഹ് പൊരുത്തപ്പെട്ട് തരണം. അപ്പോൾ പൊരുത്തപ്പെട്ട് തന്ന് എല്ലാം ക്ലിയറാക്കാൻ ഒരു മാസം നമ്മിലേക്ക് വരിക. നമ്മിൽ നിന്ന് റജബ് പോയി, ഷഅബാന് പോയി, ഇനിതാ റമളാന്. കയ്യിലെണ്ണാവുന്ന ദിവസങ്ങൾ മാത്രം. അപ്പോൾ റബ്ബ് നമുക്ക് പൊരുത്തപ്പെട്ട് തരണം. എനിക്കൊക്കെ റബ്ബ് പൊരുത്തപ്പെട്ട് തരുമോ? ഒരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാം പൊരുത്തപ്പെട്ട് തരുന്നവനാണ്. ഈ പൊരുത്തപ്പെട്ട് തരാൻ നമ്മളെന്തെങ്കിലും അള്ളാഹ്ക്ക് ചെയ്യണ്ടേ? ഇതിങ്ങനെ പൊരുത്തപ്പെട്ട് തരും, ഒരു മൂലക്ക് ഇങ്ങനെ കുത്തിയിരിക്കുക, ഒന്നും ചെയ്യാതിരിക്കുക, അതിനെ കൊണ്ടൊന്നും നടക്കൂല. അള്ളാഹു തആല കുറച്ച് കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. അതൊക്കെ ചെയ്താലേ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് തരൂ. അതിൽ ഒന്നാമതായിട്ടുള്ള കാര്യം പറഞ്ഞുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ആദ്യം ഒരു ചെറിയ എക്സാമ്പിൾ പറയാം. ഒരു ചെറിയ കുട്ടിയെയും കൂട്ടി നമ്മൾ കടയിലേക്ക് പോവാം. ആ കുട്ടി ഇങ്ങനെ നോക്കുക, കടയുടെ പല ദിക്കിലേക്ക് ഇങ്ങനെ നോക്കും. അപ്പോൾ അവനക്ക് ഇഷ്ടപ്പെട്ട മിഠായിയോ ഐസ്ക്രീമോ അങ്ങനെ പല ഐറ്റംസുകളും ഉണ്ടാവും. അവനിങ്ങനെ കണ്ണോടിങ്ങനെ നോക്കും. അപ്പോൾ ഉപ്പാക്ക് മനസ്സിലാവും ഐസ്ക്രീമിനാണ് എൻ്റെ കുട്ടി ഉള്ളത്. അപ്പോൾ ആ ഐസ്ക്രീം ഇങ്ങനെ വേണം. പക്ഷെ ഉപ്പാട് പറയാൻ കഴിയില്ല. കാരണം ഇന്നലെ ജലദോഷത്തിൻ്റെയോ പനിയുടെയോ മരുന്ന് കുടിച്ചിട്ടേ ഉണ്ടാവും. ആ സമയത്ത് ഉപ്പാട് അങ്ങനെ ചോദിക്കുക. ഉപ്പാട് ചോദിച്ച ഉപ്പ തരൂല. അത് സത്യം തന്നെ. അപ്പോൾ ഒന്നും കൂടി മോനിങ്ങനെ നോക്കും, അല്ലെങ്കിൽ മോളിങ്ങനെ നോക്കും. അപ്പോൾ ഉപ്പ പറയും, നീ അങ്ങോട്ടേക്ക് നോക്കാൻ നിൽക്കണ്ടേ, അതൊന്നും വാങ്ങിച്ചു തരാൻ പറ്റൂല എന്ന് ഉപ്പ പറയും. അപ്പോ ഓണാവും. എന്ത് അറിയാലോ, കരച്ചൽ ഓണായി മെല്ലെ മെല്ലെ കരയും. ഈ കുട്ടികളെ കരച്ചിൽ അറിയാലോ നിങ്ങൾക്ക്. അപ്പോൾ വീണ്ടും ഉപ്പ പറയും, കരഞ്ഞ അടി കിട്ടുവേ. മോനെ ചെറുങ്ങനൊന്ന് കരച്ചിൽ സ്റ്റോപ്പാക്കും. വീണ്ടും ഏങ്ങി കരയും. ഈ കരച്ചിൽ കണ്ടാൽ ഏതുപ്പാക്ക വാങ്ങിക്കൊടുക്കാണ്ടിരിക്കാൻ കഴിയുക? ചിലപ്പം അത് തന്നെ വാങ്ങിക്കൊടുക്കണം എന്നില്ല. അതിനോട് സാമ്യമായ വേറെന്തെങ്കിലും ഉപ്പ ഇത് വാങ്ങിത്തരേ എന്നുള്ള പറച്ചിൽ ഉപ്പ കുട്ടിയെ ആശ്വസിപ്പിക്കാൻ വേണ്ടി ആ മിഠായിക്ക് പകരം വേറൊരു മിഠായി കൊടുക്കൂലേ? അപ്പം കുട്ടിക്ക് എന്തായി? അതല്ലെങ്കിൽ ഇത് കിട്ടിയല്ലോ എന്നുള്ളൊരു ആശ്വാസം. അതെങ്ങനെ കിട്ടിയതാ? കരഞ്ഞു ഏങ്ങി കരച്ചിലുകൊണ്ട് കുട്ടി വിചാരിച്ചത് നടപ്പിലാക്കി, ഒന്നല്ലെങ്കിൽ മറ്റൊന്ന്. അപ്പം അതുപോലെ അള്ളാഹുവിനോട് കരയണം നമ്മളല്ലേ. വേറെ എന്തിനാ നമ്മൾ പേടിക്കുന്നത്? വേറെ ആരെങ്കിലും നമ്മൾ പേടിക്കേണ്ട ആവശ്യമുണ്ടോ? നമ്മളല്ലേ. ഒറ്റയ്ക്കിരിക്കുക, ഒറ്റയ്ക്ക് കരയാം. വേറെ ആരും കാണേണ്ട ആവശ്യമില്ല. ആൾക്കാരെ കൂട്ടത്തുനിന്ന് കരയേണ്ട ആവശ്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ ഒറ്റയ്ക്ക് ഇങ്ങനെ കരയാം. റബ്ബേ, ഞാൻ അതൊക്കെ ചെയ്തു പോയി. എണ്ണുക ഓരോന്നും. ഇന്നാലെന്ന തെറ്റ്, ഇന്നാലെന്നെടുത്ത് വെച്ച് ചെയ്തു, രഹസ്യമായി ചെയ്തു, ആളെ കൂട്ടത്തുനിന്ന് ചെയ്തു. റബ്ബേ, വേറെ ആരോടാ ഞാൻ പറയാം റബ്ബേ എന്നിങ്ങനെ ഓരോ തെറ്റും ഇങ്ങനെ അള്ളാഹിനോട് പറഞ്ഞ് ആ തെറ്റുകളെല്ലാം ഒന്ന് പൊരുത്തപ്പെട്ട് തരണേ അല്ലാന്ന് ചോദിച്ചാൽ അള്ളാഹ് പൊരുത്തപ്പെട്ട് തരാണ്ടിരിക്കുമോ? കാരണം നമ്മൾ ഉമ്മയേക്കാൾ ഉപ്പയേക്കാൾ എന്തിനേറെ ഹബീബായ പൊന്ന് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളേക്കാൾ പൊരുത്തം തരുന്നവനാണ് അള്ളാഹ്. അള്ളാഹ് ഒന്ന് പൊരുത്തപ്പെട്ട് തരണേന്ന് പറയേണ്ട താമസേ ഉള്ളൂ. പക്ഷെ നമ്മൾ വെറുതെ ശരിയല്ല, അങ്ങനെയല്ല,
അതിൻ്റെ കണ്ടീഷനുകളൊക്കെ, എന്തൊക്കെ ഇടപാടുകളുണ്ടോ, ആരൊക്കെ വെറുപ്പിച്ചിട്ടുണ്ടോ, ഉപ്പാനനുസരിച്ചിട്ടില്ലേ, ഉമ്മയനുസരിച്ചിട്ടില്ലേ, അതിൽ നിന്നൊക്കെ പൊരുത്തപ്പെട്ട് തരണേ ഉപ്പ. അതൊക്കെ ചെയ്ത ശേഷം അള്ളാഹുവിനോടൊന്ന് കരഞ്ഞ് ആത്മാർത്ഥതയോടുകൂടി ഒന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അള്ളാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെട്ട് തരുമെന്ന് പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹു സുബ്ഹാനഹു വ തആല റമളാൻ നല്ല രീതിയിൽ വരവേൽക്കാനും തെറ്റുകുറ്റങ്ങളെല്ലാം തുടച്ച് കളയാനുമുള്ള തൗഫീഖ് നമുക്ക് പ്രദാനം ചെയ്യുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി